അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇയാൾ തരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, സ്ഥലം കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം രൂപത. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 ഡിസംബറിലാണ്. എനിക്കൊരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കൊറോണയുടെ സമയമായതുകൊണ്ട് അധികം നാൾ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം മാതാവ് എനിക്കൊരു ഓൺലൈൻ ജോലി തന്ന് നല്ലൊരു ഓൺലൈൻ ജോലി തന്ന് അപ്പോൾ എന്നെ സഹായിച്ചു. അതിനുശേഷം വീണ്ടും 2023 വീണ്ടും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥനയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. ആ സമയത്ത് ഒരു പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് 1 മാസത്തോളം തുടർച്ചയായിട്ട് ചുമ അനുഭവപ്പെട്ടു. പഠിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ പഠിച്ചത് വെച്ചിട്ട് ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോയി. അപ്പോൾ പഠിച്ചത് വെച്ചിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആൻസർ കീ വന്ന് നോക്കിയപ്പോൾ കിട്ടില്ല എന്ന് ഉറപ്പായി. അത്രയും മാർക്ക് കുറവായിരുന്നു. പിന്നീട് മാതാവിനോട് വീണ്ടും എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ഒരാഴ്ച ഗ്യാപ്പിൽ അതിൻ്റെ മെയിൻസ് എക്സാമുകൾ എഴുതിയതിന് ശേഷം പിന്നെ എഴുതിയ എല്ലാത്തിൻ്റെയും പ്രാർത്ഥിച്ച് എഴുതിയെല്ലാം ഇതിന് 4 അഡ്വൈസ് ലെറ്റർ എനിക്ക് വന്നു. അതിൽ എനിക്ക് മാതാവിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ജോലി കിട്ടണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പള്ളിയുടെ അടുത്തുള്ള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ എനിക്ക് LD ക്ലർക്കായിട്ടുള്ള ജോലി ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ ആ ജോലിയിൽ ഇപ്പോൾ 2 കൊല്ലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉടമ്പടിയിൽ വേറൊരു നിയോഗമായിരുന്നു. അപ്പച്ചന് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അറബിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ മാസം വരെ 2 കൊല്ലമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉടമ്പടിയുടെ സമയത്ത് തന്നെ 2019 മാതാവിനോട് ചേർന്നിരിക്കുന്ന സമയത്ത് തന്നെ വിവാഹവും നടന്നു. വിവാഹത്തിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് മാതാവ് എല്ലാം എളുപ്പമാക്കി മാറ്റിത്തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഉടമ്പടി പത്രം എല്ലാവർക്കും നൽകാറുണ്ട്. പിന്നെ സഹായം ചോദിച്ചു വരുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനും എൻ്റെ കുടുംബവും സഹായിക്കാറുണ്ട്. സാക്ഷ്യം പറയാൻ വൈകിയതിന് മാതാവിനും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് കൃപ തന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. പ്രിൻസി എന്ന ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയ കോളിളക്കങ്ങളും സങ്കടങ്ങളും ഉണ്ടായപ്പോൾ ഈ മകളിവിടെ വന്ന് 2019 ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെയും വലിയ അത്ഭുതങ്ങളെയും കുറിച്ചാണ് മകൾ ഏറ്റു പറഞ്ഞത്. പക്ഷേ കോവിഡോടുകൂടി ഉടമ്പടി ഉഴപ്പുകയും അതിന് കാര്യമായി ഈശോയ്ക്ക് ശ്രദ്ധ പരിഗണിക്കാതെ ഇരുന്നപ്പോഴും പരിശുദ്ധ അമ്മ ഇവരെ കൈവിട്ടിരുന്നില്ല. കോവിഡ് കാലത്ത് ഇവരുടെ അപ്പച്ചൻ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ സൗദിയിൽ നിന്നുണ്ടായി. ഇവർ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അന്നു മുതൽ കൃത്യമായി എല്ലാ മാസവും 1-ാം തീയതി ഇവരുടെ അക്കൗണ്ടിലേക്ക് അർഹിക്കുന്നതാണെങ്കിൽ തന്നെയായാലും അവർക്ക് അത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ ജീവിതം ഒട്ടും തന്നെ സങ്കടപ്പെടാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. ഈ മകൾക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് PSC ടെസ്റ്റ് എഴുതി കാത്തിരുന്നപ്പോഴാണ് വളരെയധികം കാത്തിരിപ്പിൻ്റെ ഫലമായി ഉടമ്പടി പുതുക്കിയാൽ മാത്രമേ ഇനി എനിക്കിത് സാധ്യമാവുകയുള്ളൂ. ഈശോയുമായുള്ള ബന്ധം ഞാൻ ഊട്ടിയുറപ്പിക്കണം, ഞാനും ഈശോയും ഒന്നാണ്, എനിക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമെന്നെല്ലാമുള്ള ഒരു വലിയ തീരുമാനത്തിൽ വന്ന് നിലപാടെടുത്തുകൊണ്ട് ഈ മകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് 4 സ്ഥലത്തു നിന്നും ഒരേ സമയം ഈ മകൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ, കോൾ ലെറ്റർ വന്നതായിട്ട്, ഈ മകൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നതായി അറിയുന്നത്.
മകളുടെ ഒരു നിബന്ധന കൂടി ഇതായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ അടുത്തായിരിക്കണം എനിക്ക് ലഭിക്കുന്ന ഗവൺമെൻറ് ജോലി. പരിശുദ്ധ അമ്മ അച്ചിട്ടതുപോലെ തന്നെ PSC ജോലി, ഒരു ക്ഷേമനിധി വകുപ്പിൽ മകൾക്ക് ഗവൺമെൻറ് ജോലി നൽകിയത് തൃശ്ശൂരുള്ള ഒരു പുത്തൻപള്ളി പരിശുദ്ധ അമ്മയുടെ വലിയ ദേവാലയത്തിനടുത്താണ്. എപ്പോഴും പരിശുദ്ധ അമ്മയെ കാണാനും ഈശോയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള എപ്പോഴും ആ പള്ളിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഇന്ന് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഈശോയ്ക്ക് കൊടുക്കാനുള്ള ഭാഗം, ആ ദശാംശം നാം കൊടുത്തുകൊണ്ടിരിക്കണം. അവിടുന്ന് ദാഹിക്കുന്നവനായും വിശക്കുന്നവനായും നാം എപ്പോഴൊക്കെ അവിടുത്തെ കാണുന്നു. ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോയ്ക്ക് തോന്നത്തക്ക വിധം നമ്മുടെ സ്നേഹം പ്രകടമാണെങ്കിൽ ഈശോ നമുക്ക് നൽകുന്ന അത്ഭുതങ്ങൾ, നമുക്ക് വേണ്ടി ചെയ്യുന്ന, ഏതറ്റം വരെയും പോകുന്ന അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസം തന്നെ നമുക്ക് എപ്പോഴും എന്നും ദിവ്യബലിയിലൂടെയും ജീവിതത്തിലും കാണാൻ സാധിക്കും. പ്രിൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം.